നമസ്കാരം. പ്രധാന വാർത്തകൾ. കുമരംപുത്തൂർ പുല്ലൂന്നി ആദിവാസി ഗ്രാമത്തിൽ അപൂർവ രോഗലക്ഷണങ്ങളുമായി 4 പേരെ കൂടി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞയാഴ്ച രോഗം ബാധിച്ച് മരിച്ച മാധവന്റെ ബന്ധുക്കൾക്കാണ് രോഗലക്ഷണം. ഗ്രാമത്തിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ്. മണ്ണാർക്കാട് അട്ടപ്പാടി ചുരത്തിൽ കാറിന് മുകളിൽ മരം കടപുഴകി വീണ് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനമൂളി പാലവളവിലാണ് അപകടം. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിലെ കാട്ടാന പ്രശ്നം. നിയമസഭയിൽ വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് എൻ ശംസുദ്ദീൻ MLA. വനം വകുപ്പ് ജനങ്ങളുടെ ആശങ്ക മുഖവിലക്കെടുക്കുന്നില്ലെന്ന MLA. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം. പുതുതായി പ്രാബല്യത്തിൽ വന്ന ഭാരതീയ നിയമസംഹിതയിൽ ആശങ്ക പങ്കുവച്ച് ഡോക്ടർമാരും. IMA പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനത്തിലാണ് അഭിപ്രായ പ്രകടനം. കടമ്പഴിപ്പുറത്ത് കെട്ടിട നമ്പറും വീട്ടു നമ്പറും അനുവദിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇരട്ട നീതിയെന്ന് BJP നേതാക്കൾ. സാധാരണക്കാരെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമ്പോൾ വൻകിടക്കാർക്ക് എല്ലാ ഒത്താശയും നൽകുന്നതായും ആരോപണം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അപൂർവ രോഗത്തെ തുടർന്ന് ഒരാൾ മരിക്കാനിടയായ കുമരംപുത്തൂർ പയ്യനടം പുല്ലൂന്നി ആദിവാസി ഗ്രാമത്തിൽ കൂടുതൽ പേർക്ക് രോഗലക്ഷണം. 4 പേരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞയാഴ്ച ഗ്രാമത്തിൽ മരിച്ച മാധവന്റെ ബന്ധുക്കൾക്കാണ് രോഗലക്ഷണം. അസാധാരണ വയറിളക്കവും ഛർദിയും ബാധിച്ച് മരിച്ച മാധവന്റെ മകൾ മായയുടെ മകൾ മഞ്ജു, മാധവന്റെ മകൻ മണിയുടെ ഭാര്യ സുന്ദരി, ഇവരുടെ 11 മാസം പ്രായമായ കുഞ്ഞ് വിജീഷ് എന്നിവരെയാണ് ചൊവ്വാഴ്ച ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. രോഗലക്ഷണത്തെ തുടർന്ന് മാധവന്റെ മക്കളായ സന്തോഷ്, മനോജ് എന്നിവരെ ശനിയാഴ്ച ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവർ സുഖം പ്രാപിച്ചു വരികയാണ്. ഇതേ രോഗലക്ഷണങ്ങളോടെ കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന പട്ടികവർഗ ഗ്രാമത്തിൽ 2 പേർ മരിച്ചിരുന്നു. മരിച്ചയാളുടെ സംസ്കാര ചടങ്ങിൽ മാധവനും കുടുംബവും പങ്കെടുത്തിരുന്നു. പുല്ലൂന്നിയിൽ കൂടുതൽ പേർക്ക് രോഗലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ ഗ്രാമത്തിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിച്ചു. സാധാരണ രീതിയിലുള്ള വയറിളക്കമല്ലെന്നും ഒന്നിൽ കൂടുതൽ തവണ വയറിളക്കം അനുഭവപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും ഇവർ വീടുകളിലെത്തി അറിയിച്ചു. രോഗലക്ഷണം കണ്ടവർ ആശുപത്രിയിലേക്ക് പോകാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നമ്മുടെ മാധവൻ ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് സന്ദർശിച്ചതാണ്. രണ്ടുപേര്, അവരുടെ മക്കൾ 2 പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വയറിളക്കമായിട്ട്. അവർക്ക് ഏകദേശം സുഖമായി വന്നിട്ടുണ്ട്. അവർ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് മനസ്സിലാവണേ. പക്ഷേ ഇപ്പോൾ അവരുടെ വീട്ടിലത്തെ ഒരു മോളുടെ ചെറിയൊരു കുട്ടിക്കും 1-2 പ്രാവശ്യം വയറിളക്കം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവരെ ആംബുലൻസിൽ കയറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട്. കൂടുതൽ പരിശോധിച്ചിട്ട് വേറെ പ്രയാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡീൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വീട്ടുകാരോടും പരിസരത്തുള്ളവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആശമാരും സിസ്റ്റർമാരും ഒക്കെ ജാഗ്രതയോടെ ഇവിടെയുണ്ട്. മണ്ണാർക്കാട് അട്ടപ്പാടി ചുരത്തിൽ കാറിന് മുകളിൽ മരം കടപുഴകി വീണു. കാറിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏറെ നേരം ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് ആനമൂളി പാലവളവിന് മുകളിലത്തെ വലിയ വാഗമരം കടപുഴകി വീണത്. കാറിന്റെ ബോണറ്റിന് മുകളിലേക്കാണ് മരം പതിച്ചത്. കാറിന്റെ ബോണറ്റും മുമ്പിലെ ഗ്ലാസും ഉൾപ്പെടെ തകർന്നു. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അല്പം മാറിയിരുന്നെങ്കിൽ വൻ ദുരന്തമാകുമായിരുന്നു. വട്ടമ്പലത്ത് നിന്ന് അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചുരത്തിൽ പല ഭാഗത്തായി നിരവധി മരങ്ങളാണ് ഏതു സമയവും വീഴാറായി നിൽക്കുന്നത്. ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്ന ബ്രസീലിയൻ യുവതിയുടെ പരാതിയിൽ വെസ്റ്റ് മുംബൈ സ്വദേശി സുഹൈൽ ഇക്ബാൽ ചൗധരിയെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണൂർ DYSP VC ഹരിദാസ് അറസ്റ്റ് ചെയ്തു. ഇയാളോടൊപ്പം ഫ്ളാറ്റ് ഉടമയും പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ഇയാൾ ഒളിവിലാണ്. ബ്രസീലിയൻ മോഡലായ യുവതി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആളാണ് യുവതി. അതിനിടയ്ക്കാണ് സുഹൈൽ ഇക്ബാൽ ചൗധരിയെ പരിചയപ്പെട്ടത്. ദുബായിൽ യുവതിയെ കണ്ടുമുട്ടിയ ഇയാൾ സുഹൃത്തിൻ്റെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് 2 പേരും ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. മെയ് 12-നായിരുന്നു സംഭവം. പല കാരണങ്ങളാൽ ദുബായിൽ പരാതി നൽകാനായില്ല. യുവതിയുടെ ഷൊർണൂർ കുളപ്പുള്ളിയിലെ ലിവിങ് ടുഗദർ കൂട്ടുകാരൻ്റെ സഹായത്തോടെയാണ് കേരളത്തിലെത്തി പരാതി നൽകിയത്. എറണാകുളം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി നൽകിയത്. ACP VK രാജുവാണ് കേസ് അന്വേഷിച്ചിരുന്നത്. പരാതിക്കാരിയുടെ അപേക്ഷ പരിഗണിച്ചും സൗകര്യം കണക്കിലെടുത്തും അന്വേഷണം ഷൊർണൂർ DYSPക്ക് കൈമാറുകയായിരുന്നു.
അറസ്റ്റിലായ പ്രതിയെ ഷൊർണൂർ SI ഗോപാൽ, CPOമാരായ അജി, സന്തോഷ് എന്നിവരടങ്ങിയ സംഘം കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്നാണ് പിടികൂടിയത്. ഗോവ പോലീസിന്റെ സഹായവുമുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സയ്ക്ക് ശേഷം പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കാത്ത വനം വകുപ്പിന്റെ സമീപനം നിയമസഭയിൽ ഉന്നയിച്ച N. ഷംസുദ്ദീൻ MLA. കോട്ടോപ്പാടം പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിനും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും MLA പറഞ്ഞു. കാലിന് പരിക്കേറ്റ ആനയെ ചികിത്സയ്ക്ക് ശേഷം കാട്ടിൽ വിടാതെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിച്ച് തുടർ ചികിത്സ നൽകണമെന്നും അല്ലാത്തപക്ഷം ആന വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രദേശത്തുകാർ ഒന്നടങ്കം വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ചികിത്സയ്ക്ക് ശേഷം കരടിയുടെ ഭാഗത്തെ മലയിലേക്ക് ആനയെ വനംവകുപ്പ് തുരത്തി. ഇത് ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും ആശങ്കയ്ക്കും ഇടവരുത്തിയിരുന്നു. ഈ വിഷയമാണ് തിങ്കളാഴ്ച നിയമസഭയിൽ N. ഷംസുദ്ദീൻ MLA ഉന്നയിച്ചത്. സർ, എൻ്റെ മണ്ഡലത്തിലും വന്യജീവി ആക്രമണം വളരെ രൂക്ഷമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്പലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആനയുടെ കാലിൽ കമ്പി കയറി പരിക്ക് പറ്റി ആന അവിടെ കിടന്ന് തിരിയാണ്, പുറത്തേക്ക് അങ്ങോട്ടും പോകുന്നില്ല. വനം വകുപ്പ് മയക്കുവെടി വെച്ചു, കമ്പി എടുത്ത് മരുന്ന് വെച്ച് കെട്ടി. പക്ഷെ നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ആനയെ പുറത്തെവിടെയും കൊണ്ടുപോയി വിടണമെന്ന്, മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്ന്. വനം വകുപ്പ് കൂട്ടാക്കിയില്ല, അവിടെ തന്നെ വിട്ടു. ആന ഇപ്പോഴും ആ പരിസരത്തുണ്ട്. 3-4 ആളുകൾ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ സാർ, ആ ജനങ്ങളുടെ പ്രതിഷേധം കാണണം. അമ്പലപ്പാറയിലെ വിഷയം കൂടാതെ കോട്ടോപ്പാടം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ കാട്ടാനപ്പേടിയും MLA നിയമസഭയിൽ ഉന്നയിച്ചു. കഴിഞ്ഞ ജൂൺ 12-നാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ തന്നെ കണ്ടമംഗലത്ത് രാവിലെ 8:30 മണിക്ക് പൊതു റോട്ടിലൂടെ, കണ്ടമംഗലം മേക്കളപ്പാറ റോട്ടിലൂടെ മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്നു, സ്കൂൾ ബസ്സുകൾ പോകുന്നു. അതിനിടയിൽ 8 ആനകളുടെ ഒരു കൂട്ടം അതിലൂടെ കടന്നുപോയത്. സർ, ഒരു നടപടിയും ഉണ്ടായില്ല. കടമ്പഴിപ്പുറം പഞ്ചായത്ത് പരിധിയിൽ സാധാരണക്കാർക്ക് വീട്ടു നമ്പറോ കെട്ടിട നമ്പറോ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതായി BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും ആരോപണം. ഒരു സാധാരണക്കാരൻ കെട്ടിട നമ്പറിന് സമീപിച്ചു കഴിഞ്ഞാൽ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് തീർത്തും അവഗണിക്കുന്ന സമീപനമാണ് നിലവിൽ. ഭിന്നശേഷിക്കാർക്കും മറ്റുമുള്ള അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിക്കുകയാണ് പലപ്പോഴും. എന്നാൽ വൻകിട മുതലാളിമാരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. കടമ്പഴിപ്പുറത്ത് വരാൻ പോകുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് കെട്ടിടത്തിന് മേൽപ്പറഞ്ഞ അസൗകര്യങ്ങളുടെ അഭാവത്തിൽ പോലും ലൈസൻസും നമ്പറും നൽകി. പാവപ്പെട്ട സാധാരണക്കാരെ അവഹേളിക്കുന്ന നടപടിയാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇപ്പൊ BJP അതിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. BJPക്ക് ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കൂടി അതിന്റെ ആനുകൂല്യം കൊടുക്കാൻ എന്താണ് ഇവർക്ക് തടസ്സം? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ അവരുടെ വീട് കയറ്റിയാൽ അതിന്റെ നമ്പർ കിട്ടണമെങ്കിൽ, അതിന്റെ ഒരു നികുതി അടച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്ന് ഇവരാരെങ്കിലും ചിന്തിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ സമ്പന്നരായിട്ടുള്ള ആളുകള് അവരുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് മാത്രം ചെയ്തു കൊടുക്കുന്ന കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെ വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അന്യായമായി 107 വകുപ്പ് ചുമത്തിയെന്നാരോപിച്ച് ശ്രീകൃഷ്ണപുരം പോലീസിനെതിരെ BJP നേതാക്കൾ രംഗത്ത്. ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങളുടെ പേരിൽ 107 ചുമത്തുന്നത് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറിക്കും ഏരിയ ജനറൽ സെക്രട്ടറിക്കുമെതിരെ 107 വകുപ്പ് പ്രകാരമുള്ള കേസ് ചുമത്തിയതിനെതിരെയാണ് BJP നേതാക്കൾ രംഗത്ത് വന്നത്. പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ പല കേസുകളും എല്ലാ പാർട്ടി നേതാക്കൾക്കുമെതിരെ പോലീസ് ചുമത്താറുണ്ട്. എന്നാൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള മാർച്ച്, ധർണ തുടങ്ങിയവ നടത്തിയതിന് 107 ചുമത്തുന്നത് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. മേഖലയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ട പലരും സമാനമായ പ്രശ്നങ്ങളിൽ ഉണ്ട്. അവർക്കെതിരെ വകുപ്പ് ചുമത്തിയിട്ടില്ല. BJP നേതാക്കൾക്കെതിരെ മാത്രമാണ് 107 വകുപ്പിൽ കേസെടുക്കുന്നത്. ഇത് പോലീസിന്റെ അന്യായമായ നടപടിയാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പേർക്കെതിരെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ വിവിധ തരത്തിൽ 1, 2, 3, 4 കേസുകളുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കന്മാർക്കും കേസുണ്ട്. BJP-യുടെ നേതാക്കന്മാരുടെ കേസ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അവരുണ്ടാക്കിയ കേസല്ല. ഈ നാട്ടിൽ നടക്കുന്ന പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന
പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഷൻ മാർച്ച് നടത്തുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മുന്നിൽ മാർച്ച് നടത്തുമ്പോൾ ഒക്കെ വരുന്ന കേസുകൾ ഓരോ പൊതുപ്രവർത്തകരും നേരിടുന്ന വിഷയമാണ്. അത്തരത്തിലുള്ള വിഷയം ഒന്നിൽ കൂടുതലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ 107 വകുപ്പ് ഇട്ടുകൊണ്ട് ഇവർക്കെതിരെ ഈ പറയുന്ന നമ്മുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയും അതേപോലെ ആ ഏരിയ ജനറൽ സെക്രട്ടറിയും പേരിൽ കേസെടുക്കുക എന്നുള്ളതാണ് BJPക്ക് ചോദിക്കാനുള്ളത്. പൊതുപ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കേസുകൾ വരും. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും കേസുണ്ടാകും. അങ്ങനെ കേസുണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് BJPയുടെ മാത്രം 2 പേർക്കെതിരെ 107 വകുപ്പിട്ട് ഈ കേസെടുക്കുന്നത് എന്നുള്ളതാണ് BJPക്ക് ചോദിക്കാനുള്ളത്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഉള്ള CI അദ്ദേഹം എടുത്ത നിലപാട് എന്നും BJPക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള CIയും അതേ നിലപാടെടുക്കുന്നു. ആ CIയോട് ഇത് ചോദിച്ച സമയത്ത് DYSPയുടെ സമ്മർദ്ദം മൂലമാണ് ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തു തന്നെയായാലും പോലീസിന്റെ ഈ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെതിരെ BJP പരാതിയുമായി മുന്നോട്ട് പോകും. BJP അതിനെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കേണ്ടി വന്നാൽ അതുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. ഇതേക്കുറിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് ചോദിച്ചപ്പോൾ DYSPയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ആവശ്യമെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ തോട്ടുപാലത്തിന്റെ കൈവരിയിൽ കാറിടിച്ച അപകടം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലായിരുന്നു അപകടാവസ്ഥയിലുള്ള വീതി കുറഞ്ഞ പാലത്തിന്റെ കൈവരിയിൽ കാറിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. പനമണ്ണ ഭാഗത്തു നിന്ന് വന്ന കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ വീതി കുറഞ്ഞ പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല. മറ്റൊരു വാഹനം പാലത്തിലൂടെ കടന്നുപോകുന്നതിനായി സൈഡ് ഒതുക്കിയപ്പോഴാണ് കാർ കൈവരിയിൽ ഇടിച്ചത്. മുമ്പും സമാനമായ രീതിയിൽ പാലത്തിൽ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. വീതിക്കുറവും പാലത്തിന്റെ ശോചനീയാവസ്ഥയും ഏതു നിമിഷവും അപകടത്തിന് കാരണമാകുന്ന സ്ഥിതിയിലാണ്. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന പാലത്തിന്റെ കൈവരികളടക്കം തകർന്ന നിലയിലാണ്. പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാലങ്ങളായിട്ടുള്ളതാണ്. അതിപ്പോൾ ഓരോ വണ്ടി വരുമ്പോഴും വൈബ്രേഷൻ വരുന്നുണ്ട്, പാലത്തിന് ജർക്കിങ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൊന്ത കാരണം വരുമ്പോൾ ആ സൈഡ് വരുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ അവനറിയാതെ ആ സൈഡിലെടുത്തു, അങ്ങനെ പോയിട്ട് അതിലിടിച്ചു. ആ പാലത്തിൻ്റെ പില്ലറിലും പില്ലറെടുത്തിട്ട് വണ്ടി ഡാമേജ് ആയി. വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് മുഴുവൻ നല്ല കാലത്തിന് തോട്ടിലേക്ക് വീണില്ല, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഇത് പാലം ഒരുപാട് പഴക്കമുള്ള പാലാണ്. അത് വീതി കൂട്ടേണ്ടതും ഇത് ചെയ്യേണ്ടതും സമയമായിരിക്കണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകർ തിരിച്ചെത്തി തുടങ്ങി. ആദ്യ സംഘം കരിപ്പൂരിൽ തിങ്കളാഴ്ച തിരിച്ചെത്തി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവർ തിരിച്ചെത്തി തുടങ്ങി. മെയ് 21 കരിപ്പൂരിൽ നിന്നും ആദ്യ ഹജ്ജ് വിമാനത്തിൽ പോയ 166 ഹാജിമാരാണ് ആദ്യം തിരിച്ചെത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിങ്കളാഴ്ചയാണ് ഇവർ തിരിച്ചെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, അംഗങ്ങളായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി, ഡോക്ടർ IP അബ്ദുസലാം, ഉമ്മർ ഫൈസി മുക്കം, PT അക്ബർ, സഫർ കയാൽ, PP മുഹമ്മദ് റാഫി, മുഹമ്മദ് ഖാസിം കോയ, കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ KP ഫിറോസ്, ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി N, ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥൻ യൂസഫ് പടനിലം, ഹുസൈൻ PK തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു. ഹാജിമാരെ സഹായിക്കുന്നതിനായി സെൽ ഓഫീസർ PK മുഹമ്മദ് ഷഫീഖിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ 17 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഹാജിമാരുടെ ലഗേജ്, സംസം വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും. ഹജ്ജ് കമ്മിറ്റി വളണ്ടിയർമാരും ട്രെയിനർമാരും ഹാജിമാരുടെ സഹായത്തിനുണ്ടാകും. കേരളത്തിൽ നിന്നും ഇത്തവണ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്ര തിരിച്ചത്. ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് വഴിയുള്ള ഹാജിമാറാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള മടക്കയാത്ര വിമാനങ്ങൾ ജൂലൈ 10 ആരംഭിക്കും. ജൂലൈ 22 അവസാന സർവീസ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഡോക്ടർ ദിനം വിപുലമായി ആഘോഷിച്ചു. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ തെളിവ് നിയമങ്ങൾ ഡോക്ടർമാരെയും ആശങ്കപ്പെടുത്തുന്നതായി ഡോക്ടർമാർ പറഞ്ഞു.
മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന ഡോക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർമാരുടെയും കുടുംബങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. വിശ്രുത ഭിക്ഷുകുരനും സ്വാതന്ത്ര്യ സമരസേനാനിയും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ജന്മദിനമായ ജൂലൈ 1 ദേശീയ ഡോക്ടർ ദിനമായി ആചരിച്ചു വരുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലും ദേശീയ ഡോക്ടർ ദിനം വിപുലമായി ആഘോഷിച്ചു. IMA ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റിയെ പല രീതിയിൽ സെർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിച്ച ഓരോ ജോലിയിലും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിച്ച ആൾക്കാരാണ് സിവിൽ സർവൻസ് ആകട്ടെ, ഡോക്ടേഴ്സ് ആകട്ടെ, സോൾജേഴ്സ് ആകട്ടെ, ആരാണെങ്കിലും അത്തരത്തിൽ സേവനം ചെയ്യുക അല്ലെങ്കിൽ ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം നൽകുക എന്ന കർത്തവ്യം എനിക്കൊന്ന് എന്റെ പ്രായത്തിനെക്കാട്ടിയും കൂടുതൽ വർഷങ്ങളായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഇവിടെ ഈ വേദി ഷെയർ ചെയ്യാനും കഴിഞ്ഞത് നമ്മളെപ്പോഴും പറയുന്ന എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ടീച്ചർ. ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനത്തിലൂടെ പ്രശസ്തി നേടിയവരും മുതിർന്ന ഡോക്ടർമാരുമായ KV കൃഷ്ണൻ, K ഹരിഹരദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ തെളിവ് നിയമങ്ങൾ ഡോക്ടർമാരെയും ആശങ്കപ്പെടുത്തുന്നതായി ദേശീയ ഡോക്ടർ ദിനാഘോഷ പരിപാടിയിൽ ഡോക്ടർമാർ പറഞ്ഞു. ഈ വീനസില് നമ്മുടെ 304A ഒരു വകുപ്പ് ഉണ്ടായിരുന്നു IPC. ആ 304A വകുപ്പ് നെഗ്ലിജന്റ് ആക്ടിന് ഉള്ള ശിക്ഷയാണ്, 5 വർഷം വരെയുള്ള ശിക്ഷ. അത് ഡോക്ടർമാർക്ക് കൂടി ഇന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഡോക്ടർ ഒരു കേസിൽ നെഗ്ലിജന്റ് ആണെന്ന് തെളിഞ്ഞാൽ 2 വർഷം ശിക്ഷിക്കുന്ന ഒരു നിയമം ഇന്ന് മുതൽ വരികയാണ്. നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു പേഷ്യന്റ് നമ്മുടെ മുന്നിൽ വരുന്ന ഏത് കണ്ടീഷനാണെന്ന് ഈ അന്വേഷിക്കുന്ന അന്വേഷകർക്കോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കോ അറിയാൻ സാധിക്കില്ല. അതൊരു ഡോക്ടർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സന്ദർഭത്തിൽ ഒരാൾ നെഗ്ലിജന്റ് ആണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ചികിത്സിക്കാൻ എത്ര ഡോക്ടർമാർ മുന്നോട്ട് വരുമെന്നുള്ളത് കൂടി നമ്മൾ ഈ ദിനത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് അനുസരിച്ച് പറഞ്ഞിരുന്നത് നമ്മൾക്ക് 2 വർഷം വരെ, അതായത് ക്രിമിനൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യപ്പെടുന്ന കേസുകൾ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പം 106 ഫണ്ടിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 2 വർഷം വരെ പിഴ നിർബന്ധമാണ്. up to 2 years imprisonment and fine. And fine. അപ്പൊ നിർബന്ധമായിട്ട് ക്രിമിനൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ ജയിലിൽ അയച്ചില്ല. അതിന്റെ കൂടെ ഫൈൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കും. IMA പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VU സിദി, മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സാമുവൽ കോശി, പെരിന്തൽമണ്ണ ഘടകം സെക്രട്ടറി ഡോക്ടർ KB ജലീൽ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ദിനാഘോഷത്തിൽ ഡോക്ടർമാർ പങ്കെടുത്ത വർണ്ണാഭമായ കലാപരിപാടികളാണ് അരങ്ങേറിയത്. വിവിധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തിയ കലാപരിപാടികളിൽ ഡോക്ടർമാരുടെ മക്കളും പങ്കാളികളായി. പുതിയ ഭക്ഷണരീതി നിയന്ത്രിക്കുന്നതിനും വ്യായാമം ശീലിക്കാനും മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് തുടക്കമിട്ട നെല്ലിക്ക ക്യാമ്പയിൻ്റെ പ്രചരണവുമായി അസിസ്റ്റന്റ് കളക്ടർ VM ആര്യയും വേദിയിലെത്തി. മുതിർന്ന ഡോക്ടർ റാമ്പിലെത്തിയത് എല്ലാവരിലും ഹരം പകർന്നു. Dr. Meena Ramdas and Dr. Vishalakshi Mohandas.
Dr. Satidaran and Dr. Hema Satidaran. ഒറ്റപ്പാലം NSS കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ടെത്താൻ കഴിയാത്തതിനാൽ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കോടതി വിധിയിലൂടെ അഡ്മിഷൻ നേടി വിദ്യാർത്ഥി. ഹജ്ജിന് പോയതിനാൽ നേരിട്ടെത്താൻ കഴിയാതിരുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനി സൽവയാണ് കോടതി വിധിയിലൂടെ അഡ്മിഷൻ നേടിയത്. ഈസ്റ്റ് ഒറ്റപ്പാലം വളയമ്പാടിയിൽ അബ്ബാസ് സിദ്ദിഖിൻ്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകളായ സൽവയാണ് ഹൈക്കോടതി വിധിയിലൂടെ NSS കോളേജിൽ BA ഇംഗ്ലീഷിന് അഡ്മിഷൻ നേടിയത്. LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 92% മാർക്കോടെയാണ് സൽവ +2 പാസ്സായത്. യൂണിവേഴ്സിറ്റി മെറിറ്റിൽ NSS കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്നു. ജൂൺ 4-നാണ് സൽവ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ സർക്കാർ കോട്ടയിൽ ഹജ്ജിന് പോയത്. അതിനാൽ അഡ്മിഷൻ സമയത്ത് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥി നേരിട്ട് എത്താത്ത സാഹചര്യത്തിൽ സാങ്കേതിക തടസ്സം പറഞ്ഞ് കോളേജ് അഡ്മിഷൻ നിഷേധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ പോയതും അനുകൂലമായ വിധിയെ തുടർന്ന് അഡ്മിഷൻ നേടിയെടുക്കുകയും ചെയ്തത്. അഡ്മിഷൻ ആവശ്യമായ കൂടിക്കാഴ്ച ഓൺലൈനിലൂടെയാണ് നടത്തിയത്. സൽവയുടെ പിതൃ സഹോദരൻ സെയ്ദ് മുഹമ്മദ് ഹാജരായി അഡ്മിഷൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി. കുട്ടി ജൂൺ 5-ാം തീയതി ഗവൺമെൻറ് കോട്ടയിൽ ഹജ്ജിന് പോയി. അതിനിടയിലാണ് ഇവിടെ കുട്ടിക്ക് നമ്മൾ ഇതാണ് ഇവിടെ കൊടുത്തിരുന്നത്, NS കോളേജിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ജൂലൈ 2-ാം തീയതിക്കാകുമ്പോൾ ജോയിൻ ചെയ്തിരുന്ന സീറ്റ് പോകും. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ജോയിൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു ഒരു കുട്ടി ഇല്ലാതെ ഒരിക്കലും കഴിയില്ല എന്നുള്ള തടസ്സവാദം പറഞ്ഞു. പിന്നെ അതിനുള്ള മാർഗം എന്നുള്ളതൊക്കെ നമ്മൾ കോടതിയിൽ പോയിട്ട് അതിനുള്ള ഓർഡർ വാങ്ങിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് നരിയമ്പാടം പള്ളിപ്പടി കരിമ്പാല ഓഡിറ്റോറിയത്തിന് സമീപമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും നാട്ടുകാരും രംഗത്ത്. 15ഓളം കുടുംബങ്ങളാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത്. ദിനംപ്രതി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. മഴ പെയ്താൽ മുട്ടോളം വെള്ളമാകും ഈ റോഡിൽ. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് വലിയ ദുരിതം. പലതവണ പ്രശ്നം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളൊരു 10-12 വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇവിടെ ചെറിയ കുട്ടികളും വയസ്സായവരും എല്ലാവരും നടക്കേണ്ടതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ യാതൊരു നിവൃത്തിയില്ല. ഇപ്പോൾ നടക്കാനോ 2 വീലറിലോ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഓട്ടോയിലോ കാറിലോ മാത്രമേ ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ പല പ്രാവശ്യം വീണിട്ടും ഒക്കെ അപകടം പറ്റിയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾ പഞ്ചായത്തിൽ സെക്രട്ടറി, മെമ്പർ, പ്രസിഡന്റ്, മന്ത്രിക്കടക്കം പരാതി കൊടുത്തു. ഇതുവരെ യാതൊരു ഫലം ഉണ്ടായില്ല. അങ്ങനെ ഒരു കഷ്ടതയിലാണ് ഇപ്പോൾ ഞങ്ങൾ. വഴി കണ്ടല്ലോ നിങ്ങൾ. വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ബന്ധപ്പെട്ടവർ ഇനിയും ഇടപെടാൻ മടിച്ചാൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PK ഗഫൂർ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജംഷീദ് കടവങ്കാട്ടിൽ, അബ്ദുൽ സലാം, ആയിഷ എന്നിവർ പറഞ്ഞു. അവരൊരു വഴിപാടെന്നാണെങ്കിൽ എഞ്ചിനീയർമാരെ കൂട്ടിയിട്ട് വരും, നോക്കും, പോവും. ഈ ചടങ്ങല്ലാതെ ഈ വാർഡിലേക്ക് ഈ ഭാഗത്തേക്ക് വേണ്ടി യാതൊന്നും ഇതുവരെ നീക്കി വെച്ചിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കബീറിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഇല്ലാത്തതും ചെയ്തതും ചെയ്യാത്തതും പലവൊന്നായി കിടക്കണം. ഒരുപാട് പ്രായമുള്ള ആളുകൾ, വയസ്സായിട്ടുള്ള ഒക്കെ ഇതിന് നടന്നു പോകേണ്ടതാണ്. വയസ്സായിട്ടുള്ളവർ, രോഗികൾ, സ്കൂൾ കുട്ടികൾ, മദ്രസയ്ക്ക് പോകുന്നവർ, അല്ല പ്രായം കൂടുതലുള്ളവർ, എല്ലാത്തവർക്കും നടക്കാനുള്ളൊരു മാർഗ്ഗമാണ്. പക്ഷെ നടന്നു പോകാൻ പറ്റില്ല. ഇതിന് വെള്ളം അരക്കി വെള്ളം ഉണ്ടാവും. മുണ്ടള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ അത് കുത്തി ഒഴിച്ച് നേരെ ഇങ്ങോട്ട് വരിക. ഇവിടെ നിന്നുള്ള വെള്ളം ഇപ്പോൾ ഇവിടെ ഒരു വെള്ളം വന്ന് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായി മാറിയത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഇനിയെങ്കിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള പരിപാടിയാണ്. പഞ്ചായത്തിനെതിരായിട്ട് പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ 9-ാം വാർഡ് കമ്മിറ്റി ഏറ്റെടുത്തത്.
സ്വകാര്യ ബസ് ജീവനക്കാരുടെ സത്യസന്ധതയിൽ പൂക്കാട്ടുകുന്ന് സ്വദേശിക്ക് തിരികെ കിട്ടിയത് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണ പാദസരം. ബസ്സിൽ നഷ്ടമായ 1.25 പവൻ വരുന്ന സ്വർണ്ണ പാദസരമാണ് ഉടമയായ റസിയയ്ക്ക് തിരികെ ലഭിച്ചത്. ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശങ്കർ ബസ്സിലെ ജീവനക്കാരായ കണ്ടക്ടർ ചാലിശ്ശേരി സ്വദേശി ആബിദും ഡ്രൈവർ കുന്നംകുളം സ്വദേശി റിച്ചാർഡുമാണ് സ്വർണ്ണത്തേക്കാൾ തിളക്കമുള്ള മാതൃക കാണിച്ചത്. തിങ്കളാഴ്ച രാവിലെ പത്തിരിപ്പാലയിൽ നിന്ന് കണ്ണിയമ്പുറത്തേക്കുള്ള യാത്രക്കിടെയാണ് സ്വർണം നഷ്ടമായത്. ശങ്കർ ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടുപടിയിൽ വെച്ച് ചെരുപ്പ് പുറത്തേക്ക് തെറിച്ചതോടെ യുവതിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നിരുന്നു. ഇതിനിടെ ബസ്സിൽ പാദസരം നഷ്ടപ്പെട്ടു. ചെരുപ്പെടുക്കാൻ നോക്കിയ സമയത്താണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പൂക്കാട്ടുകുന്ന് നിന്ന് പത്തിരിപ്പാലയിലേക്ക് ആദ്യം സഞ്ചരിച്ച ബസ്സിലാകും പാദസരം നഷ്ടപ്പെട്ടതെന്ന നിഗമനത്തിലായിരുന്നു യുവതി. തുടർന്ന് ആ ബസ്സിൽ അന്വേഷണം നടത്തുകയും ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനിടെ ശങ്കർ ബസ്സിലെ കണ്ടക്ടർക്ക് ചവിട്ടുപടിയിൽ നിന്ന് പാദസരം ലഭിച്ചു. ഇവർ ആഭരണം ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് വഴി ഒറ്റപ്പാലം പോലീസിനെ ഏൽപ്പിച്ചു. തുടർന്ന് സ്വർണം കിട്ടിയ വിവരം പോലീസ് റസിയയെയും അറിയിച്ചു. ബസ് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ജീവനക്കാർ ആഭരണം റസിയയ്ക്ക് നേരിട്ട് കൈമാറി. ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം യുവധാര വായനശാലയുടെ പുതിയ കെട്ടിടം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പോലെ വൃത്തിയും ഭംഗിയും ഉറപ്പുമുള്ള വീട് എന്ന നമ്മുടെ സ്വപ്നത്തെ പോലെ തന്നെ നാട്ടിൽ ജനങ്ങൾ ഒത്തുചേരുന്ന ഇത്തരം പൊതു ഇടങ്ങളെ വൃത്തിയുള്ള, ഉറപ്പുള്ള, ഭംഗിയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് നാടിന്റെ വികസനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഈ സന്ദർഭത്തിൽ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ധാരാളം ചെറുപ്പക്കാരും വിവിധ പ്രായഘടനയിലുള്ളവരുമെല്ലാം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഒട്ടേറെ നാടിനും സമൂഹത്തിനും വേണ്ടിയുള്ള ചിന്തയ്ക്ക്, ചർച്ചയ്ക്ക് ഒക്കെ വേദിയാക്കുന്ന യുവധാര ക്ലബും യുവധാര വായനശാലയും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ കൂടുതൽ കാലോചിതമാക്കുന്നതിന്റെ ഭാഗമായി ഈ കെട്ടിടം പണിയുന്നതിന് 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് എ ശിവശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ സുന്ദരൻ, ജയശ്രീ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ, ജോയിന്റ് സെക്രട്ടറി കെ അജിത് കുമാർ, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ജയദേവൻ, വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സെക്രട്ടറി വേണു പുഞ്ചപ്പാടം, യുവധാര ക്ലബിന്റെ സെക്രട്ടറി എ പി കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വർഷം മുതൽ നടപ്പാക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാനോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർവകലാശാലകളിൽ ഈ വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സ് നടപ്പാക്കി തുടങ്ങി. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാനോത്സവം എന്ന പേരിൽ 4 വർഷ ബിരുദ കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. 4 വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയുടെ തത്സമയ സംപ്രേഷണം PTM കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു. PTM ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹംസ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പി സുശാന്ത്, ഡോക്ടർ ബൈജുമോൻ പി എന്നിവർ നവാഗതർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. IQAC കോർഡിനേറ്റർ ഡോക്ടർ അഫ്സൽ ജമാൽ, U അബ്ദുൽ കരീം, EV രാഘവൻ, മുബഷീർ TT എന്നിവർ പ്രസംഗിച്ചു. വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചു. ബ്ലോക്ക് തല ക്രോഡീകരണവും നടന്നു. പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് തലത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചത്. കൃഷിഭവനുകൾ മുഖേന തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരും പാടശേഖര സമിതി അംഗങ്ങളുമാണ് കർഷക സഭയിൽ പങ്കെടുത്തത്. പുതിയ തലമുറയ്ക്കെതിരേക്ക് ഇറങ്ങാതിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെ. കാരണം കാണാൻ നമ്മുടെ പാടത്ത് കടം മേടിച്ചൊക്കെ കൃഷി പൂർവികരൊക്കെ നടത്തുമ്പോൾ അത് അത്രത്തോളം വിജയിക്കുന്നില്ല എന്ന് അവരൊക്കെ കാണുന്നതുകൊണ്ടാണ് അതിലേക്കൊന്നും അവർ ഇറങ്ങാത്തത്. അപ്പൊ അതിനൊക്കെ ഒരു
പ്രതീതി ഉണ്ടാവണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് മുന്നാകെ അവതരിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു പ്രകൃതി നമുക്ക് കണ്ടെത്തണം. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. മുതുതല കൃഷി ഓഫീസർ M ഹനീസ് വിഷയാവതരണം നടത്തി. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK മുഹമ്മദ്, ഷഫീന ഷുക്കൂർ, P പ്രസന്ന, K ബിന്ദു, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ആനന്ദവല്ലി, കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, പട്ടാമ്പി കൃഷി ഓഫീസർ MS സൂര്യ എന്നിവർ സംസാരിച്ചു. പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകണമെന്ന് വെജിറ്റബിൾ പ്രൊമോഷൻ ഫ്രൂട്ട്സ് കൗൺസിൽ കേരള കോട്ടോപ്പാടം സ്വാശ്രയ കർഷക സമിതി വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മരച്ചീനി, വാഴ, ചേന, ചേമ്പ്, പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകണമെന്ന് BFPCK കോട്ടോപ്പാടം സ്വാശ്രയ കർഷക സമിതി വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോട്ടോപ്പാടം പാറപ്പുറം വെജിറ്റബിൾ പ്രൊമോഷൻ ഫ്രൂട്ട്സ് കൗൺസിൽ കേരള ഹാളിൽ നടന്ന പൊതുയോഗം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഒന്നാമത്തെ പൗരൻ ആരാണെന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരാണ് എങ്കിൽ രാജ്യത്തെ രണ്ടാമത്തെ പൗരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ കർഷകരാണ്. കർഷകരില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന്റെ സ്ഥിതി തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമിതി പ്രസിഡന്റ് K രാമൻകുട്ടി അധ്യക്ഷനായി. SKS സെക്രട്ടറി K ഷാജിമോൻ, E സനിജ വിപിൻ, VFPCK ജില്ലാ ഡെപ്യൂട്ടി മാനേജർ P അബ്ദുൾ ബാരി, K അബ്ദുൾ മജീദ്, K ഭാസ്കരൻ, C രാമൻകുട്ടി, P സൈദലവി തുടങ്ങിയവർ പങ്കെടുത്തു. 2023-2024 വർഷത്തെ മികച്ച കർഷക ഗ്രൂപ്പുകളെയും മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇവർക്ക് ഉന്നത ഗുണനിലവാരമുള്ള മാവിൻ തൈയും ക്യാഷ് അവാർഡും നൽകി. കടമ്പഴിപ്പുറം പുലാപ്പറ്റ നരിയമ്പാടം സ്റ്റാർസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വൃക്ക രോഗനിർണയം, പ്രമേഹ, നേത്രപരിശോധന എന്നീ വിഭാഗങ്ങളിലായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 60ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി PA ഖമറുദ്ദീൻ അധ്യക്ഷനായി. ഭാരവാഹികളായ സയ്യിദ് പാറയിൽ, സിറാജുദ്ദീൻ, സുലൈമാൻ ഹാജി, നൌഷാദ് നെരിയമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയമുള്ളവരെ, നെരിയമ്പാടം സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രക്ത ഗ്രൂപ്പ് നിർണയ ക്യാമ്പും കണ്ണ് പരിശോധന ഇതും വൃക്കരോഗ നിർണയ ക്യാമ്പാണ് ഇന്നോട് നടത്തപ്പെടുന്നത്. അതിലേക്ക് ക്ലബിന്റെ ഭാരവാഹികളായിട്ടുള്ള സുലൈമാൻ ഹാജി, സെക്രട്ടറി സിറാജ്, വൈസ് പ്രസിഡന്റ് സയ്യിദ് പാറയിൽ, രക്ഷാധികാരിയായിട്ടുള്ള നൌഷാദ് നെരിയമ്പാടം, അതേപോലെ രക്ഷാധികാരിയായിട്ടുള്ള സലാഹുദ്ദീൻ PP, മറ്റു സുഹൃത്തുക്കളാണ്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചെർപ്പളശ്ശേരി ഐഡിയൽ കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. വാദ്യഘോഷങ്ങളോട് കൂടിയാണ് മുൻവർഷ വിദ്യാർത്ഥികൾ നവാഗതരെ സ്വാഗതം ചെയ്തത്. കുർദോബ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടുള്ള ഓറിയന്റേഷൻ ക്ലാസും നവാഗതർക്കായി കോളേജ് അധികൃതർ സംഘടിപ്പിച്ചു. KA അസീസ്, P സ്വാമിനാഥൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രിൻസിപ്പൽ ഡോക്ടർ K സൈനുൽ ആബദീൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KR ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തത്സമയം കാണാനുള്ള സൗകര്യവും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമിക് കോർഡിനേറ്റർ P മുഹമ്മദ് ഉനൈസ്, IQAC കോർഡിനേറ്റർ സ്നേഹ S എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ ബ്രാഞ്ച് കോങ്ങാട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാരന്റെ വിശ്വാസം ആർജിച്ച UGSന്റെ 13ാമത്തെ ബ്രാഞ്ചാണ് കോങ്ങാട് പ്രവർത്തനം ആരംഭിച്ചത്. കാർഷിക മേഖലയിൽ മികച്ച സംഭാവന നൽകുന്ന കോങ്ങാട് ടൗണിൽ സ്റ്റേറ്റ് ബാങ്കിന് സമീപം നമ്പ്യത്ത് ബിൽഡിംഗിലാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്.
കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ UGSന്റെ കൂട്ട് ഹെഡ് ഓഫീസും ഇല്ല, കോർപ്പറേറ്റ് ഓഫീസും ഇല്ല, ബ്രാഞ്ചും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവർ അന്തരീക്ഷത്തിലുണ്ടാവും, നാട്ടിലുണ്ടാവും. നമ്മുടെ നാട്ടിലെ പാവങ്ങൾ അവരുടെ അടുത്തുനിന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പൈസ എടുക്കാൻ നിർബന്ധിതരാകും. ഞാൻ നേരത്തെ പറഞ്ഞൊരു ആശുപത്രി കേസ്, വീട്ടിലെ മക്കളുടെ കല്യാണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു സാധാരണക്കാരന് മുമ്പിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തെല്ലാം പോകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുക. അവിടെയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയെ പോലുള്ള അത്തരം രീതികളില്ലാത്ത സാധാരണക്കാരനോടൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് പ്രാധാന്യം ഏറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ 13ാമത്തെ ബ്രാഞ്ചിലേക്ക് എത്തുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശത്തെ മികച്ച കർഷകരായ ചാമിക്കുട്ടി, സത്യവതി എന്നിവരെ ആദരിച്ചു. ഗാനരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, തിമില വിദ്വാൻ കോങ്ങാട് മധു എന്നിവരെയും ചടങ്ങിൽ വച്ച് മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് UGSന്റെ വിജയമെന്ന് അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കർഷകരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് സഹായകരമാവുന്ന ഒട്ടനേകം നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാൻ UGS തയ്യാറായി കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് അഗ്രികൾച്ചർ ഗോൾഡ് ലോൺ, അതുപോലെ കിസാൻ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ കാരുണ്യ സ്വർണ്ണപ്പണയ വായ്പ തുടങ്ങിയ ഒരുപാട് നല്ല സ്കീമുകൾ സാധാരണക്കാരായ ആളുകളെ അല്ലെങ്കിൽ കർഷകരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ UGS നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുപരി മിനിസ്റ്ററുടെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും കാർഷിക ഗ്രാമമേഖലയെ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് സഹായകരമായ രീതിയിൽ നല്ല പ്ലാനുകളുമായിട്ട് UGS ഇനിയും മുന്നോട്ട് വരും. അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തും എന്ന് നമ്മളിവിടെ പറയുകയാണ്. പൊറ്റശ്ശേരി മണികണ്ഠൻ, റസാഖ് മൗലവി, KV അമീർ, മുരളീകൃഷ്ണൻ, ലീഗൽ അഡ്വൈസർ ജുനൈസ് പടലത്ത്, സോനു ശിവൻ, അച്യുതൻ, UGS ഡയറക്ടർ അഭിലാഷ് പാലാട്ട് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമരംപുത്തൂർ പുല്ലൂന്നി ആദിവാസി ഗ്രാമത്തിൽ അപൂർവ രോഗലക്ഷണങ്ങളുമായി 4 പേരെ കൂടി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞയാഴ്ച രോഗം ബാധിച്ച് മരിച്ച മാധവന്റെ ബന്ധുക്കൾക്കാണ് രോഗലക്ഷണം. ഗ്രാമത്തിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ്. മണ്ണാർക്കാട് അട്ടപ്പാടി ചുരത്തിൽ കാറിന് മുകളിൽ മരം കടപുഴകി വീണ് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനമൂളി പാലവളവിലാണ് അപകടം. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിലെ കാട്ടാന പ്രശ്നം. നിയമസഭയിൽ വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് N. ശംസുദ്ദീൻ MLA. വനം വകുപ്പ് ജനങ്ങളുടെ ആശങ്ക മുഖവിലക്കെടുക്കുന്നില്ലെന്ന MLA. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം. പുതുതായി പ്രാബല്യത്തിൽ വന്ന ഭാരതീയ നിയമസംഹിതയിൽ ആശങ്ക പങ്കുവച്ച് ഡോക്ടർമാരും. IMA പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനത്തിലാണ് അഭിപ്രായ പ്രകടനം. കടമ്പഴിപ്പുറത്ത് കെട്ടിട നമ്പറും വീട്ടു നമ്പറും അനുവദിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇരട്ട നീതിയെന്ന് BJP നേതാക്കൾ. സാധാരണക്കാരെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമ്പോൾ വൻകിടക്കാർക്ക് എല്ലാ ഒത്താശയും നൽകുന്നതായും ആരോപണം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.